അന്വേഷണം വഴിതെറ്റിക്കാൻ വ്യാജരേഖ ഉണ്ടാക്കിയ വ്യക്തികളൊക്കെ വളരെ സ്വതന്ത്രരായിട്ട് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് രാഷ്ട്രീയമായി തന്നെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അതിന് ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞ വ്യക്തികളും അവരുടെ സ്വാധീനശേഷിയും ഒക്കെ ബഹുമാനപ്പെട്ട കോടതിയുടെ പരിഗണനയിൽ വന്നില്ല എന്നുള്ളത് ചിന്തിക്കപ്പെടേണ്ട, ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സംഗതിയാണ്. ഇത് മറ്റ് ഉയർന്ന നീതിപീഠങ്ങളിലും നമ്മളിത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. നമസ്കാരം. ഇക്കഴിഞ്ഞ 6-ാം തീയതി ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം വേണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും നിർണായകമായ ഒരു വിധി ഉണ്ടായി. ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അത് കൊലപാതകമാണ് എന്ന സൂചനകളിലേക്ക് വിരൽ ചൂണ്ടുന്ന യാതൊന്നും തന്നെ സംശയാസ്പദമായി കാണുവാനോ തെളിയിക്കുവാനോ നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെ അഭിഭാഷകന് സാധിച്ചിട്ടില്ല. ഇത് കൊലപാതകമാണ് എന്ന തരത്തിലേക്ക് എത്തുന്ന തരത്തിലുള്ള നിഗമനങ്ങൾ ഒന്നും തന്നെ വാദിഭാഗത്തിന് ഉന്നയിക്കാൻ സാധിച്ചിട്ടില്ല. അവരുടെ ആർഗ്യുമെന്റ് റിപ്പോർട്ടിൽ അത്തരം കാര്യങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് ജസ്റ്റിസ് കൗസർ എടപ്പക്കത്ത് ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് ഈ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് CBI വരേണ്ടതില്ല. കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് അന്വേഷണവുമായി മുന്നോട്ട് പോകാം. ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യം കൂടി അതിലുണ്ടായിരിക്കണം. DIGക്ക് അന്വേഷണ റിപ്പോർട്ട് കൊടുക്കണം എന്നൊക്കെയുള്ള വിശദമായ ഒരു വിധി ന്യായത്തിലൂടെയാണ് ജസ്റ്റിസ് കൗസർ എടപ്പക്കത്ത് ഇത്തരത്തിൽ ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വിധി തങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നും ഹൈക്കോടതിയുടെ തന്നെ ഡിവിഷൻ ബെഞ്ചിൽ ഈ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് തങ്ങൾ ഹർജി നൽകും എന്ന് തന്നെയാണ് ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബവും നവീൻ ബാബുവിൻ്റെ ബന്ധുവുമായ അഡ്വക്കറ്റ് കൂടിയായ അനിൽ P. നായരും പറയുന്നത്. സമഗ്രവും സുതാര്യവുമായ ഒരു അന്വേഷണം നടത്തണം എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും കേരളത്തിലെ CPM സർക്കാർ ഭരിക്കുന്നിടത്തോളം അല്ലെങ്കിൽ CPMന് ബന്ധമുള്ള ആളുകളാണ് നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ പ്രതിയാക്കപ്പെട്ടിരിക്കുന്നത് ഒരേ ഒരു പ്രതി മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ PP ദിവ്യയാണ്. അവർ കണ്ണൂരിലെ CPMൻ്റെ സമന്വിതയായ നേതാവ് തന്നെയാണ്. അതുകൊണ്ട് CPM സർക്കാർ ഭരിക്കുമ്പോൾ CPMൻ്റെ കീഴിലുള്ള പോലീസുകാർ ഒരു കാരണവശാൽ അതുകൊണ്ട് CPM സർക്കാർ ഭരിക്കുമ്പോൾ ആ സർക്കാരിന് കീഴിലുള്ള പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നവീൻ ബാബുവിൻ്റെ മരണത്തിന് പിന്നിലുള്ള ദുരൂഹതകൾ പുറത്തു കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് കുടുംബം ഇപ്പോഴും അടിവരയിട്ട് പറയുന്നത്, ഉറച്ചു വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഒന്നുകിൽ ഈ കേസ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ ഹർജിയുമായി പോകും, അഥവാ അതിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയിൽ തങ്ങൾ നിയമപോരാട്ടവുമായി പോകും എന്ന് തന്നെയാണ് നവീൻ ബാബുവിൻ്റെ ബന്ധു കൂടിയായ അനിൽ P. നായർ തുറന്നടിച്ചത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഇവിടെ കോടതി നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹ സാഹചര്യങ്ങളെക്കുറിച്ച് വിലയിരുത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ എന്നാണ് അഭിഭാഷകൻ കൂടിയായ അനിൽ P. നായർ പറഞ്ഞത്. കോടതി വിധിയെ ചോദ്യം ചെയ്യുന്നില്ല. എന്നാൽ നവീൻ ബാബുവിനെ മുനീശ്വരൻ കോവിൽ ഭാഗത്ത് ഇറക്കി വിട്ടു എന്ന് പറയുന്ന നവീൻ ബാബുവിന്റെ ഡ്രൈവറായ ഷംസുദ്ദീനെ കൃത്യമായി പോലീസ് ചോദ്യം ചെയ്തിട്ടില്ല. നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന TV പ്രശാന്തിനെ, പരിയാരം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന TV പ്രശാന്തിനെ പോലീസ് കൃത്യമായ രീതിയിൽ ചോദ്യം ചെയ്തിട്ടില്ല. പ്രശാന്തൻ ഒരു വ്യാജ പരാതി പോലും ഇതിനുവേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിനെക്കുറിച്ച് യാതൊരു തരത്തിലും അന്വേഷണം നടത്തില്ല. കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ വിജയ് നവീൻ ബാബു തന്നോട് തെറ്റുപറ്റി എന്നുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അത്തരം വിഷയത്തിൽ കളക്ടറുടെ ചേംബറിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടില്ല. കളക്ടറുടെ മൊഴി ആ രീതിയിൽ സ്വീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ നവീൻ ബാബു ആരെല്ലാമായി ടെലിഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, ആരുടെയൊക്കെ ഫോൺ കോളുകൾ നവീൻ ബാബുവിൻ്റെ ഫോണിലേക്ക് വന്നിട്ടുണ്ട്, നവീൻ ബാബുവിൻ്റെ ഫോണിൽ നിന്ന് ആർക്കൊക്കെ വിളി പോയിട്ടുണ്ട്, ആർക്കൊക്കെ സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്, ആരുടെയൊക്കെ സന്ദേശങ്ങൾ നവീൻ ബാബുവിൻ്റെ ഔദ്യോഗിക ഫോണിൽ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ PP ദിവ്യയുടെ ഫോൺ കോൾ രജിസ്റ്റർ പരിശോധിച്ചിട്ടുണ്ടോ, ഇവരുടെ എല്ലാം ടവർ ലൊക്കേഷൻ പോലീസ് കണ്ടെടുത്തിട്ടുണ്ടോ, ഇത്തരം ദുരൂഹമായ പല വിഷയങ്ങളും കോടതി പരിശോധിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയം തന്നെയാണ് എന്നാണ് അനിൽ P. നായർ വ്യക്തമാക്കിയത്. അതായത് ഈ മരണത്തിന് പിന്നിലെ ദുരൂഹ സാഹചര്യങ്ങൾ പലതും പരിഗണിക്കപ്പെടേണ്ടത് അതേപോലെ തന്നെ കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ, കോടതി അത് പരിഗണിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല എന്നാണ് അഡ്വക്കേറ്റ് അനിൽ P. നായർ പറഞ്ഞത്. എന്നാൽ കോടതി വിധിയെ ഒരു കാരണവശാലും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഇത്തരം ചില അസ്വാഭാവികതകൾ തങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണ്. കേരളത്തിന് വെളിയിൽ നിന്നുള്ളൊരു അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമാണ് എന്ന് തന്നെയാണ് അനിൽ P. നായർ പറഞ്ഞത്.
എന്തായാലും രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങിക്കൊണ്ട് ഏതെങ്കിലും തരത്തിൽ അന്വേഷണ പുരോഗതിയെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കേരളത്തിൽ നടക്കും എന്ന് തന്നെയാണ് അനിൽ പി നായർ പറയുന്നത്. എന്നാൽ ബഹുമാനപ്പെട്ട കോടതിയെ ഈ കാര്യത്തിൽ ഒരു തരത്തിലും ചോദ്യം ചെയ്യുന്നില്ല, മേൽക്കോടതിയിൽ അപ്പീലുമായി പോകും എന്ന് തന്നെയാണ് അനിൽ പി നായർ പറഞ്ഞത്. നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിൽ എന്താണ് ഇനിയും സംഭവിക്കുക, മേൽക്കോടതിയിൽ നിന്നും CBI അന്വേഷണത്തിന് ഉത്തരവ് നേടാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം. എന്തായാലും കറകളഞ്ഞ ഉദ്യോഗസ്ഥൻ എന്ന ഒരു ട്രാക്ക് റെക്കോർഡുള്ള ഒരു നല്ല മനുഷ്യനെ, നല്ലൊരു ഉദ്യോഗസ്ഥനെയാണ് കേരളത്തിൽ നഷ്ടമായിരിക്കുന്നത്. അതിന് ആരൊക്കെ തന്നെ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അവരെയെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ് കേരളത്തിൻ്റെ മനസാക്ഷി ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. കേരളത്തിൻ്റെ പൊതുബോധം ഇപ്പോഴും ആഗ്രഹിക്കുന്നതും ആശങ്കപ്പെടുന്നതും ഇത് തന്നെയാണ്. നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണത്തിൽ CBI അന്വേഷണം വന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ കേസ് തെളിയാനുള്ള സാഹചര്യം ഉണ്ടാവുക? അതുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെ അഭിഭാഷകൻ ഇത്തരം കാര്യങ്ങൾ സുവ്യക്തമായ രീതിയിൽ തന്നെ ധരിപ്പിക്കാൻ സാധിക്കട്ടെ. സുപ്രീം കോടതിയിൽ നിന്നും അനുകൂലമായ ഒരു വിധി സമ്പാദിക്കാൻ അവർക്കാവട്ടെ. നവീൻ ബാബുവിൻ്റെ മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ അഴിക്കണം. അദ്ദേഹത്തിൻ്റേത് ഒരു കൊലപാതകമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് പിന്നിൽ പ്രവർത്തിച്ച അവർ എത്ര ഉന്നതരായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് കേരളവും കേരളത്തിൻ്റെ പൊതുബോധവും മനസാക്ഷിയും ആഗ്രഹിക്കുന്നത്. എന്താണ് ഇനി ഈ വിഷയത്തിൽ നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം. അന്വേഷണം വഴിതെറ്റിക്കാൻ വ്യാജരേഖ ഉണ്ടാക്കിയ വ്യക്തികളൊക്കെ വളരെ സ്വതന്ത്രരായിട്ട് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് രാഷ്ട്രീയമായി തന്നെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അതിന് ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞ വ്യക്തികളും അവരുടെ സ്വാധീനശേഷിയും ഒക്കെ ബഹുമാനപ്പെട്ട കോടതിയുടെ പരിഗണനയിൽ വന്നില്ല എന്നുള്ളത് ചിന്തിക്കപ്പെടേണ്ട, ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സംഗതിയാണ്. ഇത് മറ്റ് ഉയർന്ന നീതിപീഠങ്ങളിലും നമ്മളിത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും.